പിന്നെ ഷോപ്പീസ് ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തത് ഇത് തേക്കാണ് തേക്കിന്റെ വുഡ് ആയിട്ട് ചെയ്തതാണ് ഒരു PVC ടൈപ്പ് മെറ്റീരിയൽ ആണ് PVC ടൈപ്പ് മെറ്റീരിയൽ അതെ അതെ ഇത് അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ വീടും ഇതുപോലെ തന്നെ മോടി പിടിപ്പിക്കാൻ പറ്റും വർക്ക് മൊത്തം ഒന്ന് കാണാം അല്ലേ അതെ അതെ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ജോമി തൊടുപുഴ വഴുത്തലക്കാരനാണ് XRM മല്ലു വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടർക്കിഷിനെ കുറിച്ച് ടർക്കിഷ് എന്ന സ്ഥാപനം എന്താണ് നിങ്ങളുടെ വീടിനെ എങ്ങനെ മോടി പിടിപ്പിക്കുക ഇൻറ്റീരിയർ വർക്കുകൾ ഇൻറ്റീരിയർ ഫർണിഷിംഗ് വർക്കുകൾ എല്ലാ കാര്യങ്ങളും അതിപ്പം ടർക്കിഷ് എന്ന സ്ഥാപനം എന്താണെന്നറിയാൻ നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണണം നിങ്ങളുടെ വീടിൻ്റെ മോടി എങ്ങനെ കൂട്ടാം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ടർക്കിഷിൻ്റെ വീഡിയോ കാണാത്തവർ കാണുക എൻഡ് സ്ക്രീനിലോ ഐ ബട്ടണിലോ ഞാൻ കൊടുത്തിട്ടുണ്ട് കാണുക അപ്പം നമ്മളോടൊപ്പം ഉള്ളത് ടർക്കിഷിൻ്റെ ഒരു പാർട്ട്ണറാണ് ബ്രോ നമസ്കാരം നമസ്കാരം ജോയിട്ടാ ബ്രോ നമുക്ക് ഇന്ന് കാണേണ്ടത് ടർക്കിഷ് എന്താന്നുള്ളത് ജനങ്ങൾക്കറിയാം അപ്പം ടർക്കിഷ് ഒരുപാട് വീടുകൾ ഇന്റീരിയർ വർക്ക് ഫർണിഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങൾ എന്ത് വർക്കാണ് വീടിനുള്ളിൽ ചെയ്യുന്നത് എന്നൊന്ന് കാണണം അപ്പം അതിൻ്റെതായ ഒരു ഡീറ്റെയിൽ നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അതെ അതെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതെ അപ്പോൾ അത് നമ്മൾ ചെയ്ത ഒരു സൈറ്റിൽ പോയാൽ അതിന്റെ എങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുള്ളൂ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വീട് കാണാം അല്ലേ അതെ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വീട് പോയിട്ട് കാണാം ഓക്കെ നമുക്ക് എന്നാൽ വീട് കാണാം അപ്പൊ ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വീടും ഇതുപോലെ തന്നെ മോടി പിടിപ്പിക്കാൻ പറ്റും ഇതുപോലെ റിനോവേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ടർക്കിഷുമായിട്ട് അപ്പം അവർ ചെയ്ത ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതെ ഇതാണ് ജോമിച്ചേട്ടാ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് ചെയ്ത ഒരു സൈറ്റാണ് ഓക്കെ ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് വർക്ക് മൊത്തം ഒന്ന് കാണാം അല്ലേ അതെ അതെ അവരോട് അനുവാദം ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ഇതാണ് വീട് ഇതാണ് ജംഷീർ വീടിന്റെ ഓണറാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ വർക്ക് ടോട്ടലായിട്ട് നമ്മൾ ചെയ്തതാണ് അതെ അതെ ഇതിന്റെ ഹൗസ് വാമിങ് ഈ മാസമായിരുന്നു ഈ മാസം ഒരു 10-15 ദിവസമേ ആയുള്ളൂ അതെ അതെ ഓക്കെ ശരി നമുക്കൊന്ന് കണ്ടു നോക്കാം ആയിക്കോട്ടെ ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് സോഫ ഇപ്പൊ നമ്മൾ ഷോപ്പിൽ കണ്ടില്ലേ കാർപ്പറ്റ് ആ കാർപ്പറ്റ് ആണത് ഓക്കെ പിന്നെ അതുപോലെ കർട്ടൺ ഈ സോഫയൊക്കെ നമ്മളാണ് അതെ ക്ലൈന്റ് പറഞ്ഞത് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ നമ്മുടെ ഷോപ്പിൽ കണ്ട പോലെ തന്നെ ഷോപ്പീസ് ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തത് ഓക്കെ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ് അല്ലേ അതെ ഈ ലൈറ്റുകളൊക്കെ ഇതൊക്കെ അതുപോലെ ഈ ഫാന് നമ്മൾ അവിടെ അതെ അവിടെ കണ്ട ഫാൻ ഓക്കെ ഈ ഫാനും അവിടെ നിന്ന് തന്നെയാണ് അല്ലേ ഓക്കെ ഇത് ഈ ഒരു ലിവിംഗ് റൂം നിങ്ങളാണ് സെറ്റ് ആക്കിയേക്കുന്നത് അതെ അതുപോലെ ഫുള്ള് വീടും സെറ്റ് ആക്കിയേക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഈ കർട്ടൻസ് ഒക്കെ എങ്ങനെയാണ് കർട്ടൻസ് ഇത് ട്രിപ്പിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞ കർട്ടനാണ് ഇത് അതെ കർട്ടൺ അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് മുകളിലോട്ട് വലിച്ചു വെക്കാം ഓക്കെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു ഇതല്ലേ ഓക്കെ ഇതൊക്കെ നമുക്ക് എത്ര രൂപ വരുന്നുണ്ട് ഈ ഇത് കർട്ടൻ ബ്ലൈൻഡ്സ് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് ഒരു 100 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്ന സ്റ്റാർട്ടിംഗ് റേഞ്ച് അതെ അത് പല കമ്പനികൾക്ക് ബേസ് ചെയ്തിട്ട് റേറ്റിൽ വേരിയേഷൻ വരും ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസ് നമ്മുടെയാണ് നോ പ്രോബ്ലം അതുപോലെ തന്നെ പിന്നെ വാൾപേപ്പറിന്റെ ഈ വാൾപേപ്പർ ഫുള്ള് നിങ്ങൾ ചെയ്തതാണല്ലേ ഒട്ടിച്ചേക്കണേ അല്ലേ ഓക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് അടിപൊളി അതുപോലെ നമ്മൾ ഫ്രെയിംസിന്റെ ഇത് കണ്ടിരുന്നില്ല സെക്ഷൻ ഫ്രെയിം സെക്ഷൻ ഒക്കെ കണ്ടത് അതാണ് ഇത് ചെയ്തേക്കുന്നത് അല്ലേ ഡൈനിങ് റൂം നിങ്ങൾ തന്നെയല്ലേ ചെയ്തേക്കണം അതെ ഡൈനിങ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഡൈനിങ്ങിൽ വേറൊരു ടൈപ്പ് കർട്ടണാണത് ഇത് ഓക്കെ ഇതിന് വെർമൻ ബ്ലൈൻഡ് എന്നാണ് പറയാറ് ഇതിന്റെ വേറെ ടൈപ്പാണ് ഇതിന്റെ ഓപ്പണിംഗ് ഇതാണ് ഇതും ഇതുപോലെ തന്നെ മുകളിലോട്ട് നമുക്ക് പൊക്കി വെക്കാം അല്ലേ ശരി അതുപോലെ തന്നെ നമ്മൾ TV യൂണിറ്റ് ഏരിയ ഇത്
ഇത് തേക്കാണ്, തേക്കിന്റെ വുഡായിട്ട് ചെയ്തതാണ്. അതുപോലെ ഇത് വെനീറിൽ ചെയ്തിട്ടുള്ള ഐറ്റമാണ്. ഇതും നമ്മുടെ മെറ്റീരിയൽ തന്നെയാണ് അല്ലേ? അതെ അതെ, ഒട്ടിച്ചേക്കുന്ന. അതെ, വെനീർ ഒട്ടിച്ചിട്ട് പോളിഷ് ചെയ്ത് ചെയ്തേക്കണേ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഏരിയയും നിങ്ങൾ തന്നെ ചെയ്തതാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളവിടെ കണ്ട ആ ഫാനാണോ അത്? ആ ഫാനാണ്. വെറൈറ്റി വുഡൻ്റെ ഒരു ലക്ഷറി. ഇത് സാധാരണ ഫാനുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതാണ് ഇങ്ങനെ വലിയൊരു പോപ്പുലർ ആയിട്ട് എല്ലായിടത്തും കിട്ടിക്കൊള്ളുന്നില്ല. പ്രീമിയം സെഗ്മെന്റിലുള്ള ഒരു ഫാനാണ് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്ക് അങ്ങനെയാണ് ഒരു ബെഡ്റൂമും കൂടെ. ഒരു ബെഡ്റൂം കൂടെ നമുക്ക്. പിന്നെ ഇത് വാൾപേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ അല്ലേ? പിന്നെ ലൈറ്റിംഗ് എല്ലാം അതെ അതെ ടോട്ടലായിട്ട് നമ്മൾ ചെയ്ത് തന്നെയാണ്. ഓക്കെ. പിന്നെ ഇത് കംഫർട്ട്, ബെഡ്ഷീറ്റ്, കംഫർട്ട്. അതുപോലെ ഇത് കർട്ടൺ. ഇതാണ് ഞാൻ പറഞ്ഞ റോമൻ കർട്ടൺ, നമ്മൾ അന്ന് പരിചയപ്പെടുത്തിയിരുന്നത്. ഓക്കെ. റോമൻ കർട്ടൺ. ഈ കർട്ടൺ ഒക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഈ കർട്ടൺ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 100 above 150 ആ റേഞ്ച്. പിന്നെ വെച്ചാൽ ഇത് നമുക്ക് ഏത് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലോത്തിന്റെ റേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നുള്ളത് തീരുമാനിക്കും. ബ്രോ, നമ്മുടെ എവിടെയൊക്കെയാണ് നമുക്ക് ഷോപ്പ് ഉള്ളത്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഷോപ്പ് ഉള്ളത് മലപ്പുറത്താണ്. അതുപോലെ തന്നെ അതിന്റെ ബ്രാഞ്ചായിട്ട് നമുക്ക് വേങ്ങര ഉണ്ട്, തൊടുപുഴ ഉണ്ട്. തൊടുപുഴത്തെ നമുക്കറിയാം. തൊടുപുഴ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഏരിയയിൽ തെക്കൻ ഭാഗത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു പ്രയർ ഏരിയ ആയിട്ട് നമ്മൾ ഓക്കെ പ്രയർ ഏരിയ ആണല്ലേ? ശരി ശരി. ഓക്കെ ഓക്കെ. ഇതിന്റെ വർക്ക് നമ്മൾ ചെയ്തതാണ്. ഇത് വിനൈൽ പ്ലങ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. വിനൈലിന്റെ മെറ്റീരിയൽ ഉണ്ട്, ഒരു PVC ടൈപ്പ് മെറ്റീരിയൽ. അതെ അതെ, അത് ഒട്ടിച്ചിട്ട് ചെയ്യുന്ന ഐറ്റം. ഓക്കെ ഓക്കെ. ആ ഒരു പോട്ടൊക്കെ അത് നമ്മുടെ ആണോ? ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അവിടെ ഷോപ്പിലുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ആ ലിവിംഗ് റൂമിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുള്ള. അതെ അതെ, അവിടെ നോക്കിയാൽ കാണുന്ന രീതിയിലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വളരെ അടിപൊളിയായിട്ടാണ് അവർ ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് കാണാനുണ്ട് ശരിക്കും. പിന്നെ നമുക്ക് ഇനി കാണാനുള്ളത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഓക്കെ ഓക്കെ. അവിടെ നമുക്ക് പോയി നോക്കാം. ശരി. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? മാസ്റ്റർ ബെഡ്റൂമിലുള്ളത് ഇപ്പോൾ ഇതിന്റെ കർട്ടൺസുകൾ മുകളിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ അധികവും മുകളിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരു ട്രെൻഡാണ്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അതെ. പിന്നെ ഇത് ഡബിൾ ആയിട്ടാണ്. ഷിഫോണിന്റെ ടൈപ്പ് ബാക്കിലുണ്ടാവും. മെയിൻ കർട്ടൺ ആയിട്ട് ഇതൊരു ബ്ലാക്ക് ഔട്ട് ക്ലോത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്കിൽ ഷിഫോൺ നമ്മൾ ചെറിയ വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ വെളിച്ചം. ഇത് ബ്ലാക്ക് ഔട്ട് ക്ലോത്ത് ആണ്. ഇത് മെയിൻ ക്ലോത്ത് ബ്ലാക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിലോട്ട് ഉള്ളിലോട്ട് വെളിച്ചം കയറില്ല. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ ഉറങ്ങുന്ന ആൾക്ക് സുഖമായിട്ട് ഉറങ്ങും. ഡബിൾ ആണല്ലേ ഈ മൊത്തം? ഹെഡ് ഭാഗത്ത് നമ്മുടെ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇതോ? അതെ അതെ, ആ റോമൻ കർട്ടൺ നമ്മൾ ആ റൂമിൽ കണ്ട്. അതുപോലെ ഈ കാണുന്ന സ്റ്റെയർ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വളരെ ഭംഗിയായിട്ടല്ലേ? അതുപോലെ ഇതിന്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് തേക്ക് ഫിനിഷിംഗിലാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ലേ? അതെ അതെ. അതിൽ ടഫൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഫുള്ള് നിങ്ങൾ ചെയ്ത് കൊടുത്താണ്? അതെ അതെ. ഈ വർക്ക് ഇന്റീരിയർ വർക്ക് ഇത് തേക്കിലാണ് ഡിസൈൻ ചെയ്തത്. നമ്മുടെ കൊച്ചു മിടുക്കന്മാരെല്ലാവരും നിൽപ്പുണ്ട് കേട്ടോ. നീല നിന്നിട്ട് ഒരു ഹൈ പറഞ്ഞടാ. അതുപോലെ ജോബി ചേട്ടാ, ഈ നമ്മുടെ പ്രീമിയം ടൈപ്പുള്ള ഹാൻഡിലുകൾ നമ്മൾ അവിടെ കാണിച്ചു തന്നിരുന്നു. ഇവിടെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ടൈപ്പുള്ള ഹാൻഡിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണോ? ഈ ഹാൻഡിലുകൾ അല്ലേ? അതുപോലെ ഈ ലോക്കോ? അതെ അതെ അതെ, ലോക്ക് അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ലോക്ക് പ്രീമിയം ടൈപ്പ് പെട്ടതാ. നമുക്ക് ഇവിടെ ഒന്നുണ്ട്. ഇതെല്ലാം അതെ അതെ അതെ, വീട്ടിലുള്ള മൊത്തം ലോക്കുകളും ഈ ഒരു കാറ്റഗറി ടൈപ്പ് പെട്ടതാണ്. ഈ ഇവിടുത്തെ ഉള്ള എല്ലാ ലോക്കുകളും കാര്യങ്ങളും എല്ലാം, അതായത് ഹാൻഡിൽ ഉൾപ്പെടെ എല്ലാം നിങ്ങൾ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ഇന്നിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇക്കയോടൊന്ന് ചോദിച്ചു നോക്കാം അവർ എത്രത്തോളം സാറ്റിസ്ഫൈ ആണ് എന്നുള്ളത്. അതെ അതെ. നമ്മൾ ടർക്കിഷ് എന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഈ ഇൻറ്റീരിയർ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ എത്രത്തോളം സാറ്റിസ്ഫൈ ആണ്? കാരണം അവർ എന്നെ അപ്രോച്ച് ചെയ്ത ടൈമിൽ ഞാൻ അന്ന് ഗൾഫിലായിരുന്നു. അവരെന്നോട് പറഞ്ഞ് ഒന്നും അറിയണ്ട, ഈ വീടിനുള്ള എല്ലാ മോഡലുകളും അവർ ഐഡിയയിൽ ചെയ്ത് നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കും പറഞ്ഞു. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. 100% സാറ്റിസ്ഫൈഡ് ആണ്. അവർ എന്നെ
ഏത് എൻ്റെ ആ ക്വാളിറ്റി അവർ കീപ്പ് ചെയ്ത് ചെയ്യുന്നു എൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരെ എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചു. അത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ച് അത് ക്ലിയർ ചെയ്യും. അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ. വേറെ കമ്പനികളുമായിട്ട് ടൈപ്പ് സംസാരിച്ചിരുന്നു? ഒരു 4-5 കമ്പനിയായിട്ട് സംസാരിച്ചിരുന്നു. ഓക്കെ. പക്ഷേ ടർക്കിഷിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണത് കാരണം ഞാൻ അവർക്ക് തന്നെ എൻ്റെ വർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈ ആണ്. അതെ, തീർച്ചയായും. കാരണം ഞാൻ ഇവിടെ ഉള്ള ആളല്ലല്ലോ, അബുദാബിയിലുള്ള ആളാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ കിട്ടുന്ന ആ ഫീഡ്ബാക്ക് എങ്ങനെയാണ് ചെയ്തത്, ക്വാളിറ്റി. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞു. അതല്ലേ? ഓക്കെ. പിന്നെ തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ. എന്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങളും നല്ലൊരു പോസിറ്റീവാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ ടർക്കിഷ് എന്ന കമ്പനിയുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചാവക്കാട് എടക്കയൂർ നമ്മൾ ചെയ്തൊരു വർക്കാണത്. ഈ വീട് മൊത്തം അല്ലേ? അതെ. അതായത് നമ്മൾ കർട്ടനും സോഫയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെ അതെ അല്ലേ? അപ്പോൾ നമുക്ക് നമസ്കാരം. ആ, ഈ സോഫയും കർട്ടനും അല്ലേ? അതെ അതെ. ഓക്കെ. ഇതാണ്. ആഹാ. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെമി ബ്ലാക്ക് ഔട്ട് ആണ് വരുന്ന മെറ്റീരിയൽ. ഇത് ഓക്കെ ഓക്കെ. ഇത് ഹോട്ടിക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ സെമി ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെയാ, ഓട്ടോമേഷൻ ആണോ? അല്ല, ഇത് സാധാ മാനുവൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. മുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓട്ടോമേഷൻ ആണ്. മുകളിൽ ഓട്ടോമേഷൻ ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് റോപ്പ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു കൺജസ്റ്റഡ് ആയിട്ട് വരും. ഇവിടെ അത്രയും നമ്മൾ ഹൈറ്റിൽ റോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൺജസ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ അതിന് നമ്മൾ റിമോട്ടൈസർ ആണ് ചെയ്തിട്ടുള്ളത്. അത് ചാർജബിൾ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചാർജബിൾ ആണ് അത് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മോട്ടോർ കൊടുത്തിട്ടുള്ളത് ചാർജബിൾ ആണ്. ഇലക്ട്രിക് ആയിട്ട് കറണ്ട് യൂസ് ചെയ്ത് അവിടെ കൊടുത്തിട്ട് കേബിൾ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് ചാർജബിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ സോഫ എങ്ങനെയാണ്, നമ്മൾ കസ്റ്റം ചെയ്തതാണോ? അത് കസ്റ്റംസ് ആയിട്ട് ചെയ്താണ്. നമ്മൾ ഇവിടെ വന്നിട്ട് മെഷർമെന്റ് എടുത്തിട്ട് കസ്റ്റംസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിത് ഏതാണ് മെറ്റീരിയൽ വരുന്നത്? മെറ്റീരിയൽ ഫാബിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് എന്താ ഡിസൈൻ ആണോ? ഇത് എങ്ങനെയാണ്? ഇതിങ്ങനെ ഡിസൈൻ ഇത് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇത് ഹെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമ്മൾ ടി വി കാണുന്ന സമയത്ത് നമ്മൾ ഹെഡ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് കിടക്കാം. ഓക്കെ. അപ്പം എല്ലാം ഇതുപോലെയാണോ? ഹെഡ് റെസ്റ്റ് ആണോ? ഇത് എല്ലാം ഹെഡ് റെസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. എല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ആവശ്യം കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്തിട്ട് ബാക്കിലോട്ട് മറിച്ച്. ഇത് നമുക്ക് കർട്ടൺ വരുമ്പോൾ ഇത് പല ഡിസൈൻ ഉണ്ടല്ലോ അല്ലേ? പല ഡിസൈൻ വരുന്നുണ്ട്, പല കളർ വരുന്നുണ്ട്. ഇതിന്റെ ഇവിടെ വേറൊരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വുഡ് പ്ലെയിൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വുഡാണ് വരുന്നത്. ട്രീറ്റഡ് വുഡാണ് വരുന്നത്. വുഡ് പ്ലെയിൻ എന്ന് പറയും ഇതിന്. ഇതിന്റെ യൂസിങ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ആണ് വരുന്നത്. ഉണ്ടല്ല, പുറത്തൊരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ ജസ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ ഡോർ തുറക്കാതെ നമുക്ക് ജസ്റ്റ് കണ്ടില്ല ഇതിനുള്ള ആൾ ആരാണ് വന്നിട്ടുള്ളത് നോക്കാൻ പറ്റും. റൊട്ടേഷൻ ആണ് വരുന്നത്. മൊത്തം പൊക്കണമെങ്കിൽ മൊത്തത്തിൽ റോപ്പിൽ പൊക്കും ചെയ്യാം. ഈ രീതിയിൽ അല്ലേ? അടിപൊളി. ഓക്കെ. ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ എഞ്ചിനീയർ പറയുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾ? അതെ, നമ്മൾ കളർ കൊടുക്കും. അത് വീട്ടുകാർ പറയുന്ന അനുസരിച്ച് അവരെങ്ങനെയാണോ ചൂസ് ചെയ്യുന്നത് അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ? കാറ്റലോഗ് ഉണ്ട്, അത് അനുസരിച്ച് റെഡിയാക്കി കൊടുക്കാം. അപ്പം ഇതിന്റെ ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ വരുന്നുണ്ട്. ആക്ച്വലി ഒന്നുകൂടെ ഡാർക്ക് ഫീൽ ചെയ്യും. ഒന്നുകൂടെ പുറത്തുനിന്നുള്ള വെളിച്ചങ്ങളെല്ലാം ഒന്നുകൂടെ കടക്കാതിരുന്നിട്ട് നല്ല ഡാർക്ക് ഫീൽ ചെയ്യും. ഓക്കെ. നമ്മൾ ഇവിടെ ഒരു സോഫയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. വേറൊരു ഏരിയയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചെയ്തിട്ടുള്ള ഒരു സോഫയാണിത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ജൂട്ട് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജൂട്ട് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതിന്റെ സിറ്റിംഗ് വരുന്നത് ഫോം ആണ് വരുന്നത്. മറ്റേ സോഫയിൽ നമുക്ക് സ്പ്രിംഗ് ആക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? രണ്ട് സൈസ് ലെവൽ വേറെയാണ്. അപ്പൊ പ്രൈസിൽ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട്. ചെറിയ വേരിയേഷൻ വരുന്നുണ്ട് അല്ലേ? അപ്പം ഇതൊക്കെ കുഷ്യൻ ആണല്ലേ? അതെ, അതെല്ലാം കുഷ്യൻ ആണ്. ഇത് തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അതെ, തയ്ച്ചു വെച്ചിട്ടുള്ള ടൈപ്പാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾ ഒരു വർക്ക് എടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്ത്
അളന്നിട്ട് അതിന്റെ റേറ്റ് പറയുകയാണ് ചെയ്യണേ? അത് നമ്മൾ വന്നിട്ട് ഏരിയ വന്ന് മെഷർമെന്റ് ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ മോഡൽസ് കാണിച്ചു കൊടുത്തിട്ട് ഏത് മോഡലാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അതിന്റെ മെറ്റീരിയൽ പിന്നെ അവരെ കൊണ്ട് സെലക്ട് ചെയ്യും. നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് മെറ്റീരിയൽ ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷമാണ് അതിന്റെ കൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത്. കൊട്ടേഷൻ കൊടുക്കുന്നത് അവർക്ക് അത് റേറ്റ് കൂടുതലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ലോ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കും. അതിലുള്ള ഒരു കൊട്ടേഷനും കൊടുക്കും ഏതാണ് വേണ്ടതെന്നുള്ള. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ കംപ്ലൈന്റും കാര്യങ്ങളും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇവിടെ ബെഡ്റൂംസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കിച്ചൺസ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂംസും കിച്ചണും എല്ലാം നിങ്ങൾ തന്നെയാണ് മൊത്തത്തിൽ നമ്മളാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ ഇതിന്റെ ഡിഫറെന്റ് കളറാണ് ചെയ്തിട്ടുള്ളത് കർട്ടൻസിന്റെ. ഓക്കെ, കിച്ചണിൽ നമ്മൾ വേറൊരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. ആയിക്കോട്ടെ. ഇതിന്റെ യൂസിങ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടാറ്റിംഗ് ആണ് വരുന്നത്. ഇതല്ലേ ഉണ്ടല്ലേ, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ റൊട്ടാറ്റിംഗ് ആണ് വരുന്നത്. ഒരു സ്ലൈഡിംഗ് ആയിട്ട് സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്നത്. അപ്പം വെട്ടം കയറുകയും ഇറങ്ങുകയും ചെയ്തോണ്ടിരിക്കും അല്ലേ? അതെ. ഓക്കെ. അതായത് കിച്ചണിലേക്ക് വെട്ടം വേണമെങ്കിൽ ആ രീതിയിൽ സ്ലൈഡ് ആക്കി വെക്കാം. ഓക്കെ. ഇത് പിന്നെ ഈ റോപ്പ് യൂസ് ചെയ്യുകയും ചെയ്യാം. മൊത്തത്തിൽ ഇത് മുകളിലേക്ക് വലിക്കുകയും ചെയ്യാം. യൂസിങ് വരുന്നത് ലോക്കും കാര്യങ്ങളും വരുന്നതൊക്കെ. ഇതൊക്കെ നമുക്ക് എന്ത് പ്രൈസ് വരുമായിരിക്കും ഇതൊക്കെ ചെയ്യണമെങ്കിൽ? ഇത് ഓരോ മെറ്റീരിയൽസിന് ഡിഫറെന്റ് പ്രൈസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, മെറ്റീരിയൽ മാറുന്നതനുസരിച്ച് മെറ്റീരിയൽ ഇതേ യൂസിംഗിൽ നമുക്ക് വുഡൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വുഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രീറ്റഡ് വുഡിൽ നമുക്ക് വുഡൻ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് വരുന്ന അലുമിനിയം മെറ്റീരിയൽ ആണ് വരുന്നത്. ഇത് അലുമിനിയം ആണ് വരുന്നത്. അലുമിനിയം മെറ്റീരിയൽ വുഡ് ഉണ്ട് വരുന്നുണ്ട് എല്ലാം. അപ്പൊ ഇതും സെയിം സംഭവം തന്നെയല്ലേ? സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വുഡായിട്ട് നമ്മൾ അവിടെ ചെറിയൊരു വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡോർ വിൻഡോ ഒക്കെ ആയിട്ട്. നമുക്കൊന്ന് കാണാൻ ചെയ്യാം. ഇതാണ് നമ്മൾ ബെഡ്റൂം ചെയ്തിരിക്കുന്ന കർട്ടൻസ്. ഓക്കെ, ഇവിടുത്തെ ഇന്റീരിയറിന് മാച്ച് ആയിട്ടുള്ള ഒരു കർട്ടൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിന് അതെ കോമ്പിനേഷൻ. ഇവിടുത്തെ ഫർണിച്ചറിനും കാര്യങ്ങൾക്കും എല്ലാം മാച്ച് ആയിട്ടുള്ള ഒരു കർട്ടൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് എന്താണ് മെറ്റീരിയൽ ഒക്കെ വരുമ്പോൾ? ഇതും സെമി ബ്ലാക്ക് ഔട്ട് തന്നെ വരുന്നത്. സെമി ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഫാബ്രിക് ആണ് വരുന്നത്. ശരി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളാണ് ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത്. ഇത് മൊത്തത്തിൽ പൊക്കാൻ പറ്റുമോ? മൊത്തത്തിൽ പൊക്കി വെക്കും ചെയ്യാം. വിൻഡോ ക്ലോസ് ഓൺ ആക്കുന്നത് താഴേക്ക് അല്ലേ? താഴോട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഇതിപ്പോ എല്ലാ റൂമിലും ഇതേ ഒരു ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ അവിടുത്തെ ഫർണിച്ചറിന് മാച്ച് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കളറുകളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇത് ഈ വീട്ടിൽ തന്നെ മറ്റൊരു റൂം നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു കളർ തീം മൊത്തത്തിൽ മാറി അല്ലേ? മൊത്തത്തിൽ മാറി. ഒരു ഡാർക്ക് ഇതാണ് വരുന്നത്. അപ്പൊ അതിനായിട്ട് മാച്ച് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് നമ്മള്. അതായത് കർട്ടൻ കളർ മാറി. അതെ, കളർ മാറി. ഇവിടെ ഒരു ഡാർക്ക് തീം വരുന്നോണ്ടുള്ള ഒരു ഇതിൽ കൊടുത്താണ്. ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി കഴിയുമ്പോൾ താഴത്തെ പോലെ തന്നെ അല്ലേ? എല്ലാം സെയിം ആണോ? സെയിം മെറ്റീരിയൽ തന്നെയാണ്. സെമി ബ്ലാക്ക് ഔട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിന്റെ ഓണർ. ഓക്കെ, നമസ്കാരം. ഓക്കെ മുജീബ്, എനിക്കറിയേണ്ടത് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയേണ്ടത്, ടർക്കിഷ് എന്ന സ്ഥാപനം ഇവിടെ വന്ന് കർട്ടൻ വർക്കും സോഫ വർക്കും ഒക്കെ ചെയ്തു പോയപ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു വർക്ക് ചെയ്യാൻ കംഫർട്ടാണോ ഇവർ? തീർച്ചയായിട്ടും അവർ വർക്ക് ചെയ്യാൻ കംഫർട്ടാണ്. നമ്മൾ പറയുന്ന അതേ ഡിസൈനിങ്ങിൽ എല്ലാ വർക്കും അവർ ചെയ്തു തന്നു. വളരെ നല്ല മെറ്റീരിയൽ ഇട്ടിട്ട് റീസണബിൾ റേറ്റിന്. അപ്പം അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയി അല്ലേ? ഗ്യാരണ്ടി ആയി. അതായത് ഒരു സ്വന്തമായിട്ടൊരു പ്രാക്ടിക്കലി ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു സാറ്റിസ്ഫൈ വരുന്നത്. തീർച്ചയായിട്ടും അവർ ചെയ്ത വർക്കിൽ നമുക്ക് വളരെ സാറ്റിസ്ഫാക്ഷനാണ്. നമ്മൾ ഇപ്പൊ തന്നെ ഒരു 3 വീടിന്റെ വർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചെയ്തു കൊടുത്തു അല്ലേ? ഓൾറെഡി ചെയ്തു കൊടുത്തു. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്കും റെക്കമെൻഡേഷൻ തീർച്ചയായിട്ടും അപ്പൊ 100% അവരെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു. അതെ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേര് പുതിയ ട്രെൻഡിങ്ങുകൾ കൊണ്ടുവരുന്നു എന്ന് പറയാം. തീർച്ചയായിട്ടും അവരുടെ കഴിവുണ്ടല്ലോ, അത് എടുത്തു പറയുന്നത് ടർക്കിഷിന്റെ കഴിവാണ്. പിന്നെ റെസ്പോൺസിബിലിറ്റി അത് എടുത്തു പറയുന്നത് വേറൊരു കാര്യമാണ്. ടൈമിംഗ് കറക്റ്റ് ആണ്. പറഞ്ഞ സമയത്ത് തന്നെ കംപ്ലീറ്റ് വർക്ക് ക്ലിയർ ആയിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മള് മുടക്കിയ പൈസക്ക് ഒരു വർത്താണ് എന്ന് പറയാം. തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഹൗസ് വാമിങ്ങിന് വന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ഭൂരിഭാഗം ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ വർക്ക് ആര് ചെയ്തതെന്ന്. അതാണ് അതിൻ്റെ അകത്ത് ഒരു എടുത്തു പറയേണ്ട രീതി അല്ലേ? ഓക്കെ. എന്തായാലും കാണുന്ന സുഹൃത്തുക്കൾക്കും ഏകദേശം ഒരു ഐഡിയ ആയെന്ന് വിചാരിക്കുന്നു. ഇവരുടെ വർക്കുകളാണ് നമ്മൾ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെയാണ് ഇന്റീരിയറിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു കണ്ണിന് കിട്ടുന്ന ആ ഒരു കുളിർമ അല്ലേ? നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കൊരു മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമാണ്. ശരിക്കും നമ്മളൊരു വീടുണ്ടാക്കുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അല്ലേ? എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ടർക്കിഷുമായിട്ടുള്ള ഇനിയും പുതിയ പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ പുതിയ പുതിയ വർക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ടർക്കിഷുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ കോൺടാക്ട് നമ്പർ അഡ്രസ്സും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ജയ് ഹിന്ദ്.